അപ്പോൾ പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം നമ്മൾ കുറച്ച് കണ്ടതാണ്. നമ്മളിതിനെക്കുറിച്ച് പ്രിയങ്കയ്ക്കുണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ഭാവി വളരെ ശോഭനമാണ് എന്ന തരത്തിൽ തൊട്ട് മുൻപുള്ള വീഡിയോയും ചെയ്തിരുന്നു. അത് കാണാത്ത സുഹൃത്തുക്കൾ കാണണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഇത്തരം രാഷ്ട്രീയ പ്രവേശന വാർത്തകൾ ഇന്ത്യ മുന്നണിയുടെ വലിയ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതടക്കം ചൂണ്ടിക്കാട്ടുകയാണ്. രാഷ്ട്രീയ പ്രവേശനമല്ല, ഇപ്പോൾ ഒരു ജനപ്രതിനിധിയായി മാറാൻ പോകുന്ന പ്രിയങ്ക എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നതിനിടയിലാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു വാർത്തയിലേക്ക് നമ്മുടെ കണ്ണുപോയത്. അത് പ്രധാനപ്പെട്ട മറ്റൊരാൾ കൂടി, അതായത് റോബർട്ട് വദ്ര, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാള മാധ്യമങ്ങൾക്കൊക്കെ തന്നെയാണ് അദ്ദേഹം ഈ അഭിമുഖം നൽകിയത്. മനോരമ ന്യൂസിനും ഏഷ്യാനെറ്റിനും ഒക്കെ അദ്ദേഹം ഈ അഭിമുഖം നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി റായ്ബറേലി പ്രഖ്യാപിക്കാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് റായ്ബറേലി താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള അഭിമുഖങ്ങളും ആദ്യ ഘട്ടത്തിൽ കൊടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് താൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം തനിക്കൊരു വിലങ്ങുതടിയാകില്ല എന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇനി കുടുംബാധിപത്യം എന്നൊരു ആരോപണം വിലപ്പോകില്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അക്കാര്യത്തിൽ ഉന്നയിച്ചത് എന്ന് മനസ്സിലായിട്ടുള്ള ഒരു പരിധിവരെ BJP സർക്കാരിൽ ഏതെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ മുൻ നേതാക്കളുടെ ബന്ധുക്കൾ മന്ത്രിമാരൊക്കെ ആയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വിഷയം അത് എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി മാറാൻ പോകുന്നത്, എത്രത്തോളം പ്രസക്തമാണ് റോബർട്ട് വാദ്രയുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. തീർച്ചയായും തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തിടണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നേരിട്ട് നമ്മൾ ആ കണ്ടൻറ്റിലേക്ക് പോകുമ്പോൾ, റോബർട്ട് വദ്ര എന്ന രാഷ്ട്രീയ നേതാവിനെ ഒരുപക്ഷെ മലയാളികളുമൊക്കെ കേട്ടിട്ടുള്ളത് ഒരുപാട് ദുരൂഹമായ സാഹചര്യത്തിൽ കൂടിയാണ്. പല സാമ്പത്തിക ഇടപാടുകൾ, അദ്ദേഹത്തിനെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് റോബർട്ട് വദ്രയെ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹം പലയിടത്തും ഇത്തരം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെ പലയിടത്ത് സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പഞ്ചാബിലൊക്കെ അദ്ദേഹം പോയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. എന്തായാലും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം കാര്യമായി തന്നെ സീരിയസ് ആയി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുകൂടി പറയുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ശവക്കുഴി തോണ്ടുന്ന ഒരു നടപടിയിലേക്ക് കൂടി കാര്യങ്ങൾ പോയേക്കാം എന്ന് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനത്തെ കാണേണ്ടി വരിക. കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണോ റോബർട്ട് വാദ്ര ഇങ്ങനെ പറയുന്നത്, അതോ കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കാത്തത് കൊണ്ട് മാധ്യമങ്ങളിലൂടെ ഒരു സമ്മർദ്ദം ചെലുത്താനാണോ അദ്ദേഹം ശ്രമിക്കുന്നത്? പ്രിയങ്ക ഗാന്ധി ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പ്രിയങ്കയുടെ പിന്തുണ റോബർട്ട് വാദ്രയ്ക്കുണ്ടോ? ഇതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. എന്തായാലും അവർ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ പരസ്പരം ഒരു പരിധിവരെ ചിലപ്പോൾ അറിയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസം പോലും വോട്ട് ചെയ്യുന്നത് പോലും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയത്തിലുള്ളവർക്ക് അറിയാത്ത കാര്യമായിരിക്കില്ല. പക്ഷെ ആരും തന്നെ, കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഇത്തരം പരസ്യ പ്രസ്താവനകൾ ഈ സമയത്ത് അദ്ദേഹം ഇറക്കുന്നതിനെ വിലക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അനുമതി, സ്വാഭാവികമായിട്ട് ഒരാൾക്ക് അഭിപ്രായം പറയുന്നതിന് അവരെ തടയാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഒരു പാർട്ടി നേതാവെന്ന നിലയിൽ ഇത്തരം രാഷ്ട്രീയ പ്രവേശന വാർത്തകൾ താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നൊക്കെ സ്വമേധയാ അങ്ങ് പ്രസ്താവിക്കുന്നത്, അങ്ങനെയല്ലല്ലോ. പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്, കോൺഗ്രസ് അല്ലേ. താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുമെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. മത്സരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്. പൊതുവെ അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കൾ ഒരു എൻട്രി നടത്താറുള്ളത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതിലൂടെ ഫലത്തിൽ BJPക്കും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനൊരു തിരിച്ചടിയും BJPക്ക് അനുകൂലമാകുകയും ചെയ്യുന്നൊരു നിലപാടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വദ്രയ്ക്കെതിരെയുള്ള ദുരൂഹമായ അദ്ദേഹത്തിൻ്റെ പല സാമ്പത്തിക ഇടപാടുകളും ഇപ്പോഴും അന്വേഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രിയങ്ക ഒരു തന്ത്രപ്രധാന പദവികളിലേക്ക് കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എത്തിയാലും വദ്രയെ ഒരുപക്ഷെ, പ്രിയങ്കയുടെ കാര്യത്തിൽ നമ്മൾ പ്രിയങ്കയുടെ പോസിറ്റീവ് സാധ്യതകളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തത്, നേരത്തെ ഒരു വീഡിയോ. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത്
പ്രിയങ്കയെ കോൺഗ്രസ് കാത്തുവെച്ചൊരു ആയുധമാണ്, അത് സമയത്ത് ഇറക്കുന്നു എന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മൾ വിലയിരുത്തിയിരുന്നത്. സമാനമായി തന്നെ തൊട്ടിപ്പുറത്ത് റോബർട്ട് വദ്രയും കൃത്യസമയത്ത് ഒരുപക്ഷെ ഇത്തരം അന്വേഷണങ്ങളിൽ ഒരു വേണ്ട സമയത്തൊരു നടപടിയെടുത്ത് റോബർട്ട് വദ്രയെ അകത്തിടാനുള്ള നീക്കങ്ങളാണോ യഥാർത്ഥത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നത് സംശയകരമാണ്. നമുക്കറിയാം, കേരളത്തിലെ സാഹചര്യത്തിൽ കരുവന്നൂരടക്കമുള്ള വിഷയങ്ങളിൽ പല തട്ടിപ്പുകളും കണ്ടെത്തുകയും പല പ്രാദേശിക CPM നേതാക്കളൊക്കെ അകത്താകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഉന്നത CPM നേതാക്കളെ ചോദ്യം ചെയ്തുവെങ്കിലും അവരെ ആരെയും നടപടിയെടുക്കാതെ വെച്ചിരിക്കുകയാണ്. അതൊരു പരിധിവരെ ഇനി ഒരു തവണ കൂടി CPM സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനുശേഷം അത്തരം നടപടികളിലേക്ക് കടക്കുക എന്നുള്ള നീക്കമായിരിക്കാം ഒരുപക്ഷെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഫലത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്ന വിലയിരുത്തലായിരുന്നു നടത്തിയിരുന്നത്. അത് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഒരുപക്ഷെ CPM വോട്ടുകളടക്കം BJPക്ക് ലഭിച്ചതോടെ CPMനെ തന്നെ തീർക്കണം എന്നൊരു താല്പര്യം BJP സർക്കാരിന് ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. സമാനമായ അവസ്ഥ തന്നെയാണ് റോബർട്ട് വദ്രയെ സംബന്ധിച്ചുള്ളത്. റോബർട്ട് വദ്ര ഇങ്ങനൊരു നടപടിയുമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് തന്നെ ഫലത്തിൽ പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസിനും ഗുണമാകില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. വദ്ര രാഷ്ട്രീയത്തിൽ വരുന്നതിനപ്പുറത്തേക്ക് പ്രിയങ്ക ഇറങ്ങുമ്പോൾ തന്നെ വദ്രയെ പിടിച്ച് പ്രിയങ്കയെ അടിക്കാനുള്ള വടി BJP ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനിടയിൽ കൂടിയാണ്, അങ്ങനെ തന്നെ അടിക്കുമെന്നുള്ളൊരു സാഹചര്യം നിൽക്കുന്നതിനിടയിൽ കൂടിയാണ് ഇദ്ദേഹം വന്നു നിന്ന് താൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറയുന്നത്. കുടുംബാധിപത്യം എന്നത് അക്ഷരാർത്ഥത്തിൽ ചേട്ടൻ, സഹോദരി, അമ്മ, അളിയൻ, ഇങ്ങനെ എല്ലാവരും ഒരു രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം ഭരിക്കുന്ന നില ഇന്ത്യക്കാർ അനുവദിക്കുമോ എന്നുള്ളതാണ്. മുൻപ് കുടുംബാധിപത്യമായിരുന്നു കണ്ടിരുന്നത്. അതിൻ്റെ പല ദുഷിച്ച പ്രവണതകളും രാജ്യത്ത് കണ്ടിട്ടുമുണ്ട്. അതിനെതിരെ BJP അടക്കം നിരന്തരം പ്രചരണം നടത്തുന്നതിനിടെയാണ് അളിയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു, രാഹുൽ ഗാന്ധിയുടെ അളിയൻ മത്സരിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നത്. അദ്ദേഹം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്, വർഷങ്ങൾ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ് എങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ മുഹമ്മദ് റിയാസിനെയൊക്കെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് കളിയാക്കി പറയാറുണ്ട്. പക്ഷേ മുഹമ്മദ് റിയാസിന് സ്വന്തം പൊളിറ്റിക്കൽ കരിയറുണ്ട്. അദ്ദേഹം DYFIയിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ മുതൽ പ്രവർത്തിച്ചു വന്ന ആളാണ്. അവിടെ ഷംസീറിനെ പോലെയുള്ള സീനിയർ ആളുകളെ, പാർലമെൻ്ററി പൊളിറ്റിക്സിൽ സീനിയർ ആയിട്ടുള്ള ആളുകളെ തള്ളി മാറ്റി റിയാസിന് ഈ മന്ത്രിസ്ഥാനം നൽകിയതിൽ വിമർശനം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ റിയാസും അവിടെ പ്രവർത്തിച്ചു വന്ന ആളാണ്. അവിടെ എന്താണ് റോബർട്ട് വദ്രയ്ക്കുള്ള പ്രവർത്തന പരിചയം എന്ന സംശയമാണ് ബാക്കി. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഈ മക്കൾ എന്നുള്ള നിലയിലാണ്, അല്ലാതെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു എന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. സമരങ്ങളിലൂടെയൊക്കെ വളർന്നവരാണ് എന്ന് പറയാനും കഴിയില്ല. കുടുംബാധിപത്യം കോൺഗ്രസിനെ വീണ്ടും തകർച്ചയിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ അവിടെ നിൽക്കുകയാണ്. അതാണ് ഈ വിഷയത്തിൽ വിലയിരുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക. നന്ദി.